തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതാ, നിങ്ങൾ ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ട് നിർത്താം. അപ്പുറത്ത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരെയും കൊണ്ട് നിർത്തും. എന്റെ പേര് പറയില്ല കേട്ടോ, എനിക്ക് ഹിന്ദി നടന്മാരും നിർത്തിക്കോളെ. പക്ഷെ എല്ലാം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ മുമ്പിൽ ആൾക്കാരുണ്ടാവുള്ളൂ. തൃശ്ശൂർ വന്നാലേ ചിലപ്പോൾ പാലക്കാട് പറയായിരിക്കും. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിന് ഫാൻസിലാണ്. ഇവിടുത്തെ തൃശ്ശൂർക്കാര് രാമേട്ടൻ തൃശ്ശൂർ മാത്രം ഇപ്പൊ കണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ചേച്ചിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലായിടത്തും വരും. അതായത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ കേശവന് ശേഷം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ആന എന്ന് പറയുന്നത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. അത് എന്നോട് പല ആൾക്കാർ ചോദിച്ചു എന്താണ് 2017 തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഈ നെയ്തലക്കാവ് ഭഗവതിയുടെ തടമ്പുമായിട്ട് ഇവിടെ നട തുറക്കുന്നതിന് തടസ്സം ഉണ്ടായപ്പോൾ വലിയ വിവാദമായി. അവസാനം അന്നത്തെ ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ മന്ത്രിമാരും കൂടി തീരുമാനിച്ചിട്ടാണ് തുറക്കുന്നത്. അപ്പം എന്നോട് മന്ത്രിസഭയിലെ മന്ത്രിമാർ ചോദിച്ചേ ഇതെന്തപ്പത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇതെന്തപ്പോ ഇത്ര വലിയ അത് ആനയല്ലേ? ഞാൻ പറഞ്ഞു ചേട്ടാ അത് വേറെ സംഭവമാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആന എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം ആ കൊല്ലം മുഖ്യമന്ത്രി ഇവിടെ പൂരം കാണാൻ വന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി സംഗതി പൂരത്തിൻ്റെ ആനകൾക്കും വെടിക്കെട്ടിനും ഈ മേളത്തിനൊക്കെ തൃശ്ശൂർക്കാർ കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെന്തപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് എന്നോട് ചോദിച്ചില്ലേ, അതെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഇപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂർ പൂരം പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഈ ആനകൾ എന്ന് പറയുന്നത്. അതെ അതെ ഇപ്പൊ ഇതിലിറങ്ങപ്പോ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇപ്പൊ ഇതിലിറങ്ങണത് കാണാൻ ഇപ്പൊ ഒരു ചെറിയ പൂരം ഒന്ന് കൂടും. അതാണ് അതിന്റെ പ്രത്യേകത. രാമനെ കാണാൻ വേണ്ടി ആളുകൾ അത്രയധികം വരുന്നു പറയുന്നത് ആ രാമന്റെ ഹൈറ്റും അതിന്റെ നിറവും പിന്നെ അതിന്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആനയ്ക്ക്. എന്തെങ്കിലും പോലും ഇപ്പൊ ആനയ്ക്ക് ഒരു കണ്ണ് കാണില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ആനേനെ ഏറ്റവും കൂടുതൽ ഏക്കം 13 ലക്ഷം 15 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എഴുന്നള്ളിപ്പിക്കുന്നത്. ഈ സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ല വക്കീൽമാരൊക്കെ പറയില്ലേ പൽക്കിവാല ഒക്കെ വരുമ്പോൾ മണിക്കൂറിന് ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് രാമൻ വരിക എന്ന് പറഞ്ഞാൽ ഇത്ര 1 മണിക്കൂർ. ആളുകളും പറഞ്ഞു ഞങ്ങൾക്ക് രാമനാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. ചെമ്പുകാവ് പൂരം അതോട് കൂടിയിട്ട് ഇന്റർനാഷണൽ നിങ്ങൾ ആൾക്കാർ മുഴുവൻ അവിടെ ചെന്നിക്കല്ലേ, എല്ലാ ചാനലായിട്ട് പറയുകയാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ മാറി. അതാണ് ഈ തൃശ്ശൂർ പൂരത്തിന് അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. പല ആനകളാണെങ്കിലും വെടിക്കെട്ട്. ഇപ്പോൾ വെടിക്കെട്ടിനെ പറ്റിയിട്ടും അങ്ങനെ ആളുകൾ പല ഇപ്പോൾ വെടിക്കെട്ടിൽ ആരാണ് വെടിക്കെട്ടിന് നേതൃത്വം കൊടുക്കുന്നതെന്നൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ ആരും ചിന്തിക്കാറില്ല. ഇപ്പം അങ്ങനെയില്ല. പക്ഷെ മേളം ആരാണ് പ്രമാണി എന്നുള്ളതൊക്കെ ആളുകൾ ആന എഴുന്നള്ളിക്കുന്ന പോലെ തന്നെയാണ് മേളപ്രമാണിമാരെ പറ്റിയിട്ടും ആളുകൾക്ക് അങ്ങനെ ഒരു സങ്കല്പങ്ങളും അത്രേ ഉള്ളൂ. അതിന് ഇത്ര മേളം കാണാനുള്ള പ്രശ്നം ഒതുക്കില്ല. നമ്മൾ 2.5 മണിക്കൂർ മേളം എന്ത് തിരക്കുണ്ടെങ്കിലും അവിടെ കാണും. ശരിക്കും ഫുട്ബോള് പൂരം പിന്നെ എന്തൊക്കെ ജീവിതത്തിലെ പ്രധാന കൃഷി ഫുട്ബോള് പൂരം കൃഷി ഇതില്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഈ തൃശ്ശൂരത്തെ എല്ലാ സ്പന്ദനം അറിയുന്ന നമ്മുടെ ആളാണ് ലിഷോയ്. അല്ല സാധാരണ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമുക്കും ഞങ്ങൾ മാതൃഭൂമിന്റെ ഫേസ് ആണ് ലിഷോയിട്ട്. പക്ഷെ ഇന്നിപ്പം കോർഡിനേറ്ററാ വലിയ പദവിയിലേക്ക്. സുനിലേട്ടനെ പറ്റി പറയുന്നത് ഈ നേരത്തെ പറഞ്ഞില്ലേ പൂരവും ഫുട്ബോളും ആണെന്ന്. ഈ പൂരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കൊടിയേറ്റം നടക്കുക ലാലൂരാണ്. ലാലൂര് വേറെ അങ്ങനെ പ്രഗത്ഭരാരും ഉണ്ടാവില്ല. എല്ലാ കൊല്ലവും ഞാൻ കാണുന്ന ഒരാളാണ്. ലാലൂരാണ് ആദ്യത്തെ പിന്നെ കൊടിയേറ്റം ഉണ്ടാവുക. ലാലൂര അത് 8:30 മണിക്കല്ലേ, 8:30 മണിക്ക് കൊടിയേറ്റം ഉണ്ടാകുമ്പോൾ ലാലൂര് ചെല്ലും. പിന്നെ കഴിയാവുന്ന ഘടകപൂരങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു. ഇതിപ്പോൾ മന്ത്രി എന്നല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ചെന്നില്ലെങ്കിലും പ്രശ്നമില്ല. ചെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ അതിന് മുമ്പും ബന്ധങ്ങളിലാണ്. എന്നാലും പിന്നെ ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ആ ഉത്തരവാദിത്തം അനുസരിച്ച് ഇവിടെ ചെല്ലണല്ലോ. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തൊക്കെ പോയാൽ മതി. ഇതിന് നേരം വൈകിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും നമ്മൾ ആ പൂരത്തിൻ്റെ എല്ലാ പരിപാടികളിലും എത്തും. പിന്നെ ഈ കുടമാറ്റ ഈ എലഞ്ഞിത്തറ മേളം നടക്കുന്ന സമയത്ത് ഇവരൊരു ടീം വരും. CP ജോൺ അതുപോലെ തന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട്. പിന്നെ കുട്ടന്മാരായ ഭാര്യ മക്കള് അങ്ങനെ കുറേ ആളുകളുണ്ട്. സ്ഥിരം അവിടെ വരുന്ന മേളം ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഒരു സംഭവമാണ്. കാരണം ഈ അതിപ്പോൾ ഇവിടെ മഠത്തിൽ വരവ് ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് മഠത്തിൽ വരവ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ ഒരു ടീം അവിടെ ഉണ്ടാവും. വട്ട്പി സ്വാമി അങ്ങനെ ടീമുകൾ അവിടെ ഉണ്ടാവും. അത് ആസ്വദിച്ച് മാത്രം പോകുന്ന ആൾക്കാരാണ്.